ഇത് പിഴവല്ലല്ലോ, ഇത് ചരിത്രത്തെ വളച്ചൊടിക്കുവാനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുന്നത് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച 1939 ബ്രിട്ടൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പാർട്ടിയായ ശേഷം നമ്മുടെ ശത്രു ഇപ്പോൾ യുദ്ധരംഗത്തായതിനാൽ അവരെ ഇപ്പോഴാണ് ആക്രമിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനുള്ള സന്നാഹം ഒരുക്കുകയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമത്തിന്റെ ഇടയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിക്കുകയും ജയിലിൽ അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോഴാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലേക്ക് മാറ്റുന്നത്. വീട്ടുതടങ്കലിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് രക്ഷപ്പെടുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായൊരു സംഭവമാണ്. മാത്രമല്ല സമാനതകളില്ലാത്ത രക്ഷപ്പെടലാണ് നടത്തിയത്. സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നിന്ന് കൽക്കത്തയിൽ നിന്ന് രക്ഷപ്പെടുന്നത് സിയാവുദ്ദീൻ മൗലവി എന്ന പേരിലാണ്. സിയാവുദ്ദീൻ മൗലവി എന്ന പേരിൽ മുസ്ലിം പട്ടാന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊൽക്കത്തയിൽ നിന്ന് ഗോമോ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ വരെ രാത്രിയുടെ അന്ധകാരത്ത് ഭേദിച്ചുകൊണ്ട് കാറിലെത്തുന്നതും അവിടെ നിന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് അദ്ദേഹം കാബൂളിലേക്ക് പോകുന്നതും അവിടുന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ധീരോദാത്തമായ ആ യാത്രയെ ഇപ്രകാരം ഒരു വാചകം കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ സൂര്യനെ പഴമുറം കൊണ്ട് മറയ്ക്കുവാൻ ശ്രമിക്കുന്നത് പോലെയാണ്. എന്തിനാണ് ഇവരിങ്ങനെ ഈ ചരിത്രത്തെ തമസ്കരിക്കുന്ന വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. ഇന്നലെയാണെങ്കിൽ പെട്രോളിയം മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും മഹാത്മാഗാന്ധിയുടെയും ഭഗത് സിംഗിന്റെയും ഒക്കെ തലയ്ക്ക് മുകളിൽ സവർക്കറെ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വരുത്തിയെടുക്കുവാൻ ശ്രമിക്കിയ ചിത്രം കൂടി നമ്മൾ ഇന്നലെ കണ്ടു എന്നുള്ളതാണ്. ചെങ്കോട്ട എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലത്ത് നിന്നുകൊണ്ട് INA ട്രയൽ നടന്ന ഇടമാണ്. INA ട്രയൽ ബ്രിട്ടീഷുകാർ നടത്തിയ ഇടത്ത് നിന്നുകൊണ്ട് ചരിത്ര പുരുഷന്മാരായ പ്രധാനമന്ത്രിമാർ പ്രസംഗിച്ച വേദിയിൽ നിന്നുകൊണ്ടാണ് വർത്തമാനകാലത്തെ പ്രധാനമന്ത്രി ഇന്നലെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗണ്യമായി ഒരു പങ്കും വഹിക്കാത്തൊരു സംഘടനയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ സംഘടനയുടെ നിർലോഭമായ പിന്തുണ ആവശ്യമായിരിക്കാമെന്നുള്ളത് കൊണ്ട് അവര് പ്രകീർത്തിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കാം. പക്ഷേ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിനോ സ്വാതന്ത്ര്യ സമരത്തിന്റെ മറുപക്ഷത്ത് നിന്ന ആളുകളെ ഇപ്പോൾ പ്രകീർത്തിക്കുകയും ചെയ്യുന്നത് വഴി ഈ പറഞ്ഞ ചരിത്ര പുരുഷന്മാരെ കൂടിയാണ് പ്രധാനമന്ത്രി അവഹേളിച്ചിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായി മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയൂ. ജനങ്ങൾ ഇതിനെയൊക്കെ തെള്ളിക്കളയും. SCRT സംബന്ധിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളവർ അതിലുണ്ടാകാം. പക്ഷേ ആർക്കാണ് സുഭാഷ് ചന്ദ്രബോസിനോട് വിരോധം? ഇപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർ അന്നത്തെ കോൺഗ്രസ് നേതൃത്വമായ അദ്ദേഹത്തിന് ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും അദ്ദേഹം ധീരദേശസ്നേഹിയാണെന്നും സ്വാതന്ത്ര്യ സമര സേനാനിയുമാണെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് തർക്കമില്ല. കമ്മ്യൂണിസ്റ്റുകൾക്ക് അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധമുണ്ടോ? ഈവൻ സംഘപരിവാർ പോലും പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ദുരൂഹ തിരോധാനം സംബന്ധിച്ച് വലിയ പ്രചാരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തവരുമാണ്. ഇത് ആരായിരിക്കും ഇതിന് പിന്നിൽ? എനിക്ക് മനസ്സിലാകുന്നത് ഈ ചരിത്രത്തില് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലാതിരുന്ന ആളുകളെയൊക്കെ വല്ലാതെ പുകഴ്ത്തി കാണിക്കേണ്ടെന്ന ആവശ്യം വരുമ്പോഴാണ് യഥാർത്ഥ വിപ്ലവകാരികളെ, യഥാർത്ഥ സ്വാതന്ത്ര്യ സമര നായകന്മാരെയൊക്കെ താഴോട്ട് കൊണ്ടുവരേണ്ടുന്ന ഒരു മാനസികാവസ്ഥ ഉടലെടുക്കുന്നത്. ആ മാനസികാവസ്ഥയുടെ അറിയാതെ വന്നിട്ടുള്ള ബഹിസ്ഫുരണമായിട്ട് എനിക്ക് ഇതിനെ കാണാൻ കഴിയൂ. അല്ലാതെ നമുക്ക് എന്താ ഇതിനെപ്പറ്റി പറയുക? ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ സ്നേഹത്തോടുകൂടി വിളിക്കുന്നത് ബാപ്പുജി എന്നാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയെ സ്നേഹത്തോടെ വിളിക്കുന്നത് ചാച്ചാജി എന്നാണ്. ഈ ബാപ്പുജിയും ചാച്ചാജിയും എന്ന് പറഞ്ഞാൽ പിതാവ് അല്ലെങ്കിൽ ചെറിയച്ഛൻ, മാമൻ എന്നൊക്കെയാണ് അർത്ഥം. ഇതൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നേതാവ് എന്നൊരാളിനെ വിളിച്ചിട്ടുള്ളൂ. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ. ആ 3 അക്ഷരം മതി. ആ ത്രയക്ഷരം തന്നെ സുഭാഷ് ചന്ദ്രബോസാണ് സൂചിപ്പിക്കുന്നതാണ്. അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അംഗീകരിക്കുന്ന മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെയും ഇങ്ങനെയൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ താളുകളിൽ ഇല്ലാതിരുന്ന ആളുകളെ പ്രകീർത്തിക്കുവാനും മഹത്വവൽക്കരിക്കുവാനും ശ്രമിക്കുന്ന മാനസികാവസ്ഥ ഉടലെടുക്കുമ്പോൾ യഥാർത്ഥ നായകന്മാരെ അറിയാതെ തമസ്കരിച്ചു പോകുന്ന ആ ഒരു പ്രവണതയായി മാത്രമേ എനിക്കിതിനെ കാണാൻ കഴിയൂ. അല്ലാതെ ഇതിന് യാതൊരു തരത്തിലുള്ള ചരിത്രത്തിന്റെ പിൻബലമോ യാതൊരു തരത്തിലുള്ള ഭാഷയുടെ പിൻബലമോ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് അത്യന്തം ഹീനമായ പ്രവൃത്തിയാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുക മാത്രമല്ല, ഒരു വലിയ മഹാനോട് ചെയ്യുന്ന അനീതിയാണ്. ഇത് എഴുതിയ ആളുകൾ ആരെ സുഖിപ്പിക്കാനാണോ, ആർക്ക് സേവ ചെയ്യാനാണോ ഇത് എഴുതിയത്, അവർ ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.